ഹായ് ഗൈസ്. സോ മുമ്പത്തെ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു ജാവാസ്ക്രിപ്റ്റ് ഫീച്ചേഴ്സും ലൈക്ക് എന്താണ് ജാവാസ്ക്രിപ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചു. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഈ ഇൻ്റർപ്രിറ്റഡ് ഓൺ ദി ഫ്ലൈ കമ്പൈൽഡ് ലാംഗ്വേജ് ഈ സെക്ഷൻ നമുക്ക് നോക്കാം എങ്ങനെയെന്ന്. സോ നമ്മളതിന് നോക്കാൻ പോകുന്നത് നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് എങ്ങനെ നമ്മുടെ ബ്രൗസറിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നാണ് നമ്മളിന്ന് ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ഈ ഫസ്റ്റ് ഇൻ്റർപ്രിറ്റഡ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് മനസ്സിലാവും എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, സോ നമ്മുടെ ബ്രൗസറിൽ മാത്രമല്ല ഈ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് എവിടെയാണോ റൺ ചെയ്യുന്നത് വെച്ചാൽ ആ എൻവയോൺമെൻറ്റിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്കൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ സോ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഇപ്പോൾ കോഡ് എഴുതണം ഇവിടെ. ഓക്കെ, ആൻഡ് നമ്മൾ ബ്രൗസറിലാണെങ്കിൽ നമുക്ക് എഴുതിയ കോഡ് ഒന്ന് കാണാൻ വേണം, ബ്രൗസറിൽ ആ എഫക്റ്റ് ഒന്ന് കാണണം ആക്ച്വലി. ഓക്കെ, സോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ വഴിയാണ് പോകുന്നത്. ജാവാസ്ക്രിപ്റ്റ് എഞ്ചിന് ഭയങ്കര അത് റിക്വയർഡ് ആണ്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് കോഡൊക്കെ റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു എഞ്ചിനാണത്. സോ അത് വളരെ ആവശ്യമുള്ളതാണ്. ബ്രൗസറിലൊക്കെ ബിൽറ്റ് ഇൻ ആണ്, ഓൾറെഡി ഉണ്ട് ബ്രൗസറിൻ്റെ ഉള്ളിൽ ഈ ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ എന്ന് പറയുന്നത്. അതിൻ്റെ പേരാണ് ക്രോമിന് V8 എഞ്ചിൻ എന്ന് പറയും, പിന്നെ സ്പൈഡർ മങ്കി ഫയർഫോക്സ് ഉണ്ടെന്ന് പറയും. സോ ഓരോ ബ്രൗസറിനും അതിന് ഒരു എന്താ പറയുക ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ ഉണ്ട്, നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് കോഡൊക്കെ ഒരു എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് റൺ ചെയ്യാനൊക്കെ ആയിട്ട്. അത് ഇൻബിൽട്ട് ആയിട്ട് എല്ലാ ബ്രൗസറിലും ഉള്ളതാണ്. ഓക്കെ, സോ ഈ എഞ്ചിൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ ആദ്യം ഈ ജാവാസ്ക്രിപ്റ്റ് കോഡില്ല അത് പാഴ്സ് ചെയ്യും. ഓക്കെ, പാഴ്സ് ചെയ്തിട്ട് അതിനൊന്ന് മനസ്സിലാക്കും എന്താ എഴുതിയേക്കണം എന്നുള്ളത്. എന്നിട്ട് അതിനെ മെഷീൻ കോഡായിട്ട് മാറ്റും. ഓക്കെ, അതിന് കമ്പൈൽ ചെയ്തിട്ട് മെഷീൻ കോഡായിട്ട് കമ്പൈൽ ചെയ്തിട്ട് ആ മെഷീൻ കോഡ് എന്തിനാണെന്ന് വെച്ചാൽ അത് ഭയങ്കര ഫാസ്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പൈൽ ചെയ്യുന്നത് മെഷീൻ കോഡിലേക്ക്. എന്നിട്ട് അത് ആ കോഡ് കമ്പൈൽ ചെയ്ത മെഷീൻ കോഡ് അത് ഫൈനലി അത് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് സോ ഈ ഫൈനൽ എക്സിക്യൂട്ടീവ്. സോ ഈ പ്രോസസ്സ് ഇത്ര പ്രോസസ്സൊക്കെ ഈ 3 പ്രോസസ്സും ജാവാസ്ക്രിപ്റ്റ് എഞ്ചിനിലാണ് എക്സിക്യൂട്ട് നടക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഫൈനലി എക്സിക്യൂട്ട് ചെയ്ത ശേഷം ആ എഫക്റ്റാണ് നമുക്ക് വെബ് പേജിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, സോ ഈ പ്രോസസ്സ് എല്ലാം സിംഗിൾ ത്രെഡാണ്. സിംഗിൾ ത്രെഡ് എന്ന് പറഞ്ഞാൽ കുറേ ടാസ്ക് ഉണ്ടെങ്കിൽ ഒരെണ്ണം കഴിഞ്ഞിട്ട് അടുത്തെടുക്കുള്ളൂ. ലൈക്ക് മൾട്ടി ടാസ്കിങ് അല്ല, ആക്ച്വലി സിംഗിൾ ത്രെഡ് ഒറ്റ ത്രെഡിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നതൊക്കെ. സോ ഇതാണ് ഈ ബേസിക്കലി ജാവാസ്ക്രിപ്റ്റ് എങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ളൊരു സെക്ഷൻ. ഓക്കെ, സോ ഞാനത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. നിങ്ങളത് വേണമെങ്കിൽ ആർട്ടിക്കിൾസൊക്കെ ഒന്ന് റീഡ് ചെയ്ത് കുറച്ചും കൂടി നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണെന്നുള്ളത്. ഒന്നും കൂടിയും ഈ ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ എന്തിനാണെന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് ആർട്ടിക്കിൾസും കൂടി വേറെ ആർട്ടിക്കിൾസും കൂടി വായിച്ച് നോക്കണമെങ്കിൽ ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്താണ്. നമുക്ക് അടുത്ത ചാപ്റ്ററിൽ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. താങ്ക്സ് ലോട്ട്, ബൈ.